ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉത്രാട ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പോയി, ചെറിയ പനിയൊക്കെ പിടിച്ചു, അങ്ങനെ ആകമൊത്ത സൈഡ് ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റായി പോയത്. അപ്പോൾ ഇതാ ഏട്ടനും മോളും രാവിലെ തന്നെ ഉത്രാടത്തിൻ്റെ പൂടാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇന്നിപ്പം ചെറിയ പൂക്കളം മാത്രമേ ഇടുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് എൻ്റെ കലാവിരുത് അവിടെ കാണിക്കാൻ വേണ്ടി പോയിട്ടില്ല. ഇവർ രണ്ടാളും കൂടിയാണ് ഇടുന്നത്. ഈ മുല്ലപ്പൂവ് പൊന്നൂന് സ്കൂളിലേക്ക് നമ്മൾ 12-ാം തീയതി സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് വന്ന മുല്ലപ്പൂവായിരുന്നു. അവൾ കുത്തിയിട്ട് കുറച്ചും കൂടെ 2 മുഴം വാങ്ങിയായിരുന്നു. അതിൽ കുറച്ച് പീസേ അവൾക്ക് തലയിൽ വെച്ച് കൊടുത്തുള്ളൂ. ബാക്കി മുല്ലപ്പൂ നമ്മൾ പൂവിനിട്ടു, അതായത് പൂക്കളാക്കുമ്പോൾ ഇട്ടു. അപ്പോൾ അച്ഛനും മോളും കൂടെ തകൃതിയായ പൂക്കൾ ഇടുന്ന തിരക്കിലാണ്. പൊന്നു രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ പൂടാൻ വേണ്ടി പോയി. അപ്പോൾ ഇതാ നമ്മൾ ഫൈനലായിട്ടുള്ള പൂക്കളം ഇതാ ഇതുപോലെ ആയിട്ടുള്ളത്. അപ്പോഴേക്കും ഇതാ ഞാൻ ചായേൻ്റെ കടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പുട്ടും ചെറുപയർ കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തിരക്കുള്ള ദിവസം എല്ലാവരും ആക്കുന്ന ഒരു സംഭവമായിരിക്കും പുട്ട്. തട്ടിക്കൂട്ടായിട്ട് വേഗം ആക്കാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി ആക്കാനുള്ള പുറപ്പാടിലാണ്. ഇന്ന് ആക്ച്വലി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ച് ഏതായാലും വെച്ചേക്കാന്ന്, കാരണം ഉത്രാടമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളിയും സവാളയൊക്കെ മുറിച്ച് തന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ അടിച്ച് വെച്ചു. പിന്നെ ഇത് നമ്മളെ നെയ്മീനാണ് കേട്ടോ, അയക്കൂറ എന്നൊക്കെ പറയും. അത് ഞാൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ മുളകും അങ്ങനെയൊക്കെ പെരക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കും. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് ഉപ്പും മസാലയൊക്കെ പിടിച്ച് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിപ്പം ഒരു 5-10 മിനിറ്റായി ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം നമ്മളിങ്ങനെ സവാള വായി ഉടുക്കുമെന്ന് പറയുമ്പോൾ സവാള വഴറ്റി വരികയെന്ന്. അപ്പോൾ നമ്മൾ ഈ സവാള ഇങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ആക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ തട്ടും. അങ്ങനെയാണ് ഞാൻ പൊതുവേ ഉണ്ടാക്കാറ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ ബിരിയാണി ആക്കുന്നുണ്ടാവുക. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ആക്കാൻ പറ്റുമോ അങ്ങനെ ഒരു മടി പിടിച്ച ബിരിയാണി ആട്ടോ ഞാൻ ആക്കുന്നത്. അപ്പോൾ എൻ്റെ റെസിപ്പിയൊന്നും ആരും അങ്ങനെ നോക്കിയെടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇത് നമ്മളെ ഉള്ളി ഏകദേശം വഴന്ന് വരുമ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ അകത്തേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന സമയത്ത് പിന്നെ തക്കാളി ഇടും കേട്ടോ. തക്കാളി പെട്ടെന്ന് വാടി വരുന്ന സംഭവമല്ലേ, അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട. സവാള വഴറ്റുന്ന അത്രയും ടൈം നമുക്ക് ഈ തക്കാളി വഴറ്റാൻ വേണ്ടി വേണ്ട. അതുകൊണ്ട് സവാള ഓൾമോസ്റ്റ് വഴന്ന് വരുന്ന സമയത്താണ് ഞാൻ തക്കാളി ഇടുന്നത്. ഇനി നിങ്ങൾക്ക് ആദ്യമേ തക്കാളി ഇടുന്നുണ്ടെങ്കിൽ തക്കാളി ഇടുവെല്ലാം ചെയ്യാം. ഇപ്പോൾ ഓരോരാളാക്കുന്നതിനും ഓരോരോ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ ഞാൻ തക്കാളിയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ആക്കുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം അടിപൊളിയായിട്ട് ബിരിയാണി വെക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെ ആക്കുന്നതെന്ന് കാണിച്ചു തന്നു എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാനിതാ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിൽ വെച്ചിട്ടുണ്ട്. 2 പാനിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാനിൽ മാത്രം ആകുമ്പം അത് മൊത്തം ഫ്രൈ ചെയ്ത് കിട്ടൂല. അപ്പോൾ ഞാൻ കുറച്ച് പീസാക്കിയിട്ട് 2 പാനിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു വീതി ആയിട്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 ഫ്രൈ പാനിലിട്ടിട്ട്, ഫ്രൈ പാനല്ല ജസ്റ്റ് ഒരു എൻ്റെ കയ്യിലുള്ള ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയെന്ന്. അപ്പോൾ അധികം ഡീപ്പായിട്ടൊന്നും ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ചെറുങ്ങനെ എന്താ പറയുക, ഒരു ഷാലോ ഫ്രൈ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയെന്ന്. ഇപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ ഫ്രൈ ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. കാരണം ഇതിലും കൂടെ ഭയങ്കര ഒരു എന്താ പറയുക കട്ടിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ നെയ്ച്ചോറ് മീൻസ് ബിരിയാണി കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാർഡായ പോലെ ഫീൽ ചെയ്യും. അപ്പം ഞാനത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണീൻ്റെ മസാല സെറ്റാക്കണം. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി മസാലയിൽ ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ വീഡിയോ എടുക്കണമെന്ന് എത്ര വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ അതിന് ശേഷം നമ്മൾ ബിരിയാണി ആയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ഗ്രോസറി ഐറ്റംസ്, അതായത് കുറച്ച് പലചരക്ക് ഐറ്റംസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള ഹോം ടൗൺ എന്നുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവർ നമുക്ക് വീട്ടിൽ കൊണ്ടുതരും കേട്ടോ. ഞാൻ ഇപ്പോൾ കൂടുതലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ വിളിച്ചിട്ട് ലിസ്റ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണെന്ന് രാവിലെ വാട്സപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത് എന്നുള്ളത് അവരൊരു ലിസ്റ്റ് ആക്കിയിട്ട് നമുക്ക് സാധനം കൊണ്ടുതരും. ഏകദേശം
2954 രൂപയ്ക്ക് നമ്മൾ ഈ മാസം സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ സാധനമൊന്നും ഇല്ല കേട്ടോ. ഈ അത്യാവശ്യം കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പച്ചക്കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങണം. അതൊന്നും ഇവരെ കൂടെ നമ്മൾ വാങ്ങി വെക്കലില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ നേരെ നെസ്റ്റോയിലേക്ക് വിട്ടു കേട്ടോ. നെസ്റ്റോയിലല്ല, നമ്മളെ സെക്യൂറ മാളിലേക്കാണ് വിട്ടത്. അപ്പോൾ അവിടെ നെസ്റ്റോയിൽ പോകണം, പിന്നെ പൊന്നൂൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം, പിന്നെ അവൾക്ക് ബുക്സ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കൂടിയാണ് നമ്മളിപ്പം സെക്യൂറയിൽ പോകുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പാർക്കിംഗ് ചാർട്ടിന് 20 രൂപ കൊടുത്തിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്കിവിടെ പാർക്കിംഗ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 20 രൂപയാണ് പാർക്കിംഗ് ചാർജ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലോട്ട് വണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ബോധീസിൽ പോകണം. ബോധീസിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാത്തതുകൊണ്ട് തന്നെ അവർ ഫസ്റ്റ് കട്ട് ചെയ്തിട്ടൊന്നും അറിയില്ല. നമ്മളത് ചോദിക്കാൻ വേണ്ടി പോയി. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പൊന്നൂനെയും കൂട്ടി ഇവിടെ ബുക്ക് സ്റ്റോളിൽ വന്നിട്ടുള്ളത്. പൊന്നൂന് സ്റ്റോറീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വായിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞു ഇംഗ്ലീഷ് സ്റ്റോറീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെ നമ്മളിവിടെ മുകളിൽ കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഫസ്റ്റ് ഓടുന്നത് ഇതുപോലെ ബുക്ക് ഷോപ്പിലേക്കാണ് ഓടുക. അപ്പോൾ അങ്ങനെ അവൾക്ക് വേണ്ട കുഞ്ഞു സ്റ്റോറീസൊക്കെ അവൾ ഇഷ്ടമുള്ളതൊക്കെ നോക്കിയിട്ടെടുക്കും. പിന്നെ ഇവർക്ക് നമ്മൾ സ്കൂളിൽ തന്നെ ഇവർക്ക് വായനാശീലം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വർഷത്തേക്ക് ഇങ്ങനെ മീൻസ് നമ്മളൊരു പൈസ കൊടുത്തിട്ട് ഓരോ മാസം ഓരോ ബുക്ക് അവർ കുട്ടികൾക്ക് കൊടുക്കും. അതിനൊരു വർഷത്തേക്ക് ഇത്ര പൈസ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നമ്മൾ അതിലിവളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാ മാസവും സ്കൂളിൽ നിന്ന് ഇങ്ങനെ സ്റ്റോറി ബുക്സ് കൊടുക്കും. അപ്പോൾ വായനാശീലം നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഏറ്റവും നല്ലൊരു സംഭവമാണ്. നമ്മൾ കുട്ടികൾക്കൊരു ടോയ്സ് വാങ്ങിക്കൊടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് പല അങ്ങനെ സംഭവം ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഓരോരോ ബുക്സും കാര്യങ്ങളൊക്കെ വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു അവരെ ചിന്താശേഷിയും അതുപോലെ തന്നെ അവർക്ക് എഴുതാനും വായിക്കാനും ഒക്കെ ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് പൊന്നൂന് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ വായിക്കലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പിക്ചറോടെയൊക്കെയുള്ള സ്റ്റോറി ബുക്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്സ് അവൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും ഇങ്ങനെ ഞാനങ്ങനെ ബുക്ക് എടുക്കലൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഏതെങ്കിലും നല്ല ബുക്ക് ഉണ്ടോ അങ്ങനെ കുറച്ച് നോക്കിയായിരുന്നു. പിന്നെ നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടുള്ള കുറേ സിമിലർ ആയിട്ടുള്ള ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൊന്നു വായിക്കുന്ന സ്റ്റോറി ബുക്സ് കണ്ടോ, കുറേ കൃഷ്ണൻ്റെത്, അതുപോലെ പണ്ടത്തെ ഈ നമ്മളെ ഈ ഓരോരോ കൃഷ്ണൻ, ഈ ശിവൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അകത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഉണ്ടാകുമ്പം കുട്ടികളിങ്ങനെ അറിയാതെ വായിച്ചു പോകും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്റ്റോറീസ് ഞാൻ അവൾക്ക് എടുത്തു കൊടുത്തായിരുന്നു. പക്ഷേ അതൊന്നും അവൾക്ക് വേണ്ട. അവൾക്ക് ഇങ്ങനെ കുഞ്ഞു സ്റ്റോറീസ് മാത്രമേ വേണ്ടൂ. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. എത്രയാണെന്നറിയാം ബുക്ക് ഭയങ്കര ഓഫറിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. 50%, 30%, 70% ഒക്കെ നല്ല രീതിയിൽ ഓഫ് ഉണ്ടായിരുന്നു. നല്ല ബുക്സും ആയിരുന്നു. അപ്പോൾ ഫൈനലി നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് പൊന്നൂന് വേണ്ടിയിട്ട്. ഇവളുടെ കൈ കാണുന്ന ഈ ഒരു ബുക്കാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്. ലിറ്റിൽ കൃഷ്ണ എന്നോ അങ്ങനെ എന്തോ ആണ് ബുക്കിൻ്റെ പേര്. ലിറ്റിൽ കൃഷ്ണ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ബോധീസിലേക്ക് പോവാണ്. അവിടെ നമ്മളെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധീസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സലൂണിൽ വരുന്നത്. ഞങ്ങൾ കൂടുതലും ക്യാപിറ്റൽ മാളിൽ നാച്ചുറൽസിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബോധീസിൽ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു സലൂണാണ്. നമുക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരുമ്പം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അതല്ലെങ്കിൽ ഇവിടെ വല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ പൊന്നൂരെ മുടി നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. പൊന്നൂൻ്റെ ഓണം വീഡിയോ, അതായത് ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൾക്ക് എത്രത്തോളം അവളുടെ ഹെയർ പിന്നെ നീളമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഓൾമോസ്റ്റ് മുടി മുറിച്ചിട്ട് ലെയർ കട്ട് ചെയ്തിട്ടുള്ളത്. വോളിയം ലെയർ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ഷോർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഷോർട്ടാക്കിയതുകൊണ്ട് തന്നെ അവൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ചൂടെടുക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സ്കൂളിൽ പോകുമ്പം 2 ഭാഗത്ത് മുടി മടഞ്ഞു കെട്ടണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ ഷോർട്ടാക്കി കഴിഞ്ഞാൽ ആ പരിപാടി ഇല്ലല്ലോ. പിന്നെ കുട്ടികൾക്ക് കുറച്ചുകൂടെ മുടി ഷോർട്ടാക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഷോർട്ടാക്കായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ അവരോട് ആദ്യം ഇത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ രണ്ടാമത് ഷോർട്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിതാ പൊന്നു ഫൈനൽ ലുക്ക് ഇതുപോലെ ആയിട്ടാണ് ഉള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം അവളെ ലോങ് ഹെയറിനേക്കാളും എനിക്ക് ഷോർട്ട് ഹെയർ ഭയങ്കര ഇഷ്ടമായി. ലോങ് ഹെയർ വെക്കുമ്പോൾ വേറൊരു ലുക്ക്, ഷോർട്ട് ഹെയർ വെക്കുമ്പോൾ വേറൊരു ലുക്ക്. അപ്പോൾ മുടി മുറിച്ചുകൊണ്ട് ആദ്യം മുടി മുറിക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു ആൾക്ക്. അപ്പോൾ മുടി മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. എന്നോട് പറഞ്ഞു എനിക്ക് ഇതുപോലെ ഷോർട്ട് ഹെയർ മതി, ലോങ് ഹെയർ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായി മുടി. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് നെസ്റ്റോയിലേക്കാണ്. അപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ
കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. പക്ഷേ നമ്മൾ പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നെസ്റ്റോളിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ നെസ്റ്റോളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. അവിടെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ വിടാതെ നമ്മൾ നെസ്റ്റോളിൽ കയറിയത് മുതൽ ലാസ്റ്റ് ബില്ലടിക്കുന്നത് വരെ ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ആ കുട്ടീനെ ചൊറിഞ്ഞ് അതിൻ്റെ ബാക്കിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൽ ജസ്റ്റ് എടുത്ത് വെച്ചാട്ടോ. കാണാൻ നല്ല ക്യൂട്ടല്ലേ രണ്ടാളെയും കളി. അപ്പോൾ അങ്ങനെ ഞാനത് ജസ്റ്റ് എടുത്ത് വെച്ചു. അപ്പോൾ ആ കുഞ്ഞാണെങ്കിൽ ഇവിടെ ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര സംസാരവും കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് വരെ ഫുൾ ടൈം ആ കുഞ്ഞിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ധൈര്യത്തിൽ അതിൻ്റെ പേരൻസും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടാലും ഒരു സൈഡിൽ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായത്. അപ്പോൾ നമ്മളെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാർക്കിങ്ങിലോട്ട് പോവാണ്. നമ്മൾ കവറും കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് ആ ട്രോളി ലിഫ്റ്റിൽ കയറ്റി താഴെ പാർക്കിങ്ങിൽ കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ ഓരോ സാധനമായിട്ട് ഡിക്കിയിലെടുത്തിടുക ചെയ്തത്. അപ്പോൾ നെസ്റ്റോയിൽ പോകുമ്പം നിങ്ങൾ കവർ എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളങ്ങനെ പൊതുവേ നെസ്റ്റോയിൽ ട്രെൻഡിൽ സ്റ്റുഡിയോയിലൊന്നും പോകുമ്പം അങ്ങനെ കവറൊന്നും വാങ്ങാറില്ല. ഐറ്റംസ് വാങ്ങി നേരെ കാറിൻ്റെ ഡിക്കിയിലേക്ക് കൊണ്ടിടുക ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ